ഈ ട്രഡ്ജിങ് മെഷീനുമായി തൃശ്ശൂരിൽ നിന്ന് ഷിരൂരിലേക്ക് പോകാനുള്ള ടെക്നിക്കൽ കമ്മിറ്റിക്ക് ആ സംഘത്തിന് പുറപ്പെടാൻ അനുമതി ലഭിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷിരൂരിലേക്ക് അവർ പുറപ്പെടുമെന്നാണ് അറിയുന്നത്. എൽത്തുരുത്തിൽ നിന്ന് വീണ്ടും സൂരജ് സജി നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ്, അതൊരു നല്ല വാർത്തയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ, പറയൂ. എസ്കെൻ, ഒരു ആശങ്ക ഒഴിവാകുന്നു. എന്തായാലും ഈ സംഘത്തോട് പുറപ്പെടാൻ നിർദ്ദേശം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൃഷിവകുപ്പ് സംഘം അല്പസമയത്തിനകം തന്നെ തിരൂരിലേക്ക് പുറപ്പെടും. നിലവിൽ ഇവർ ഉള്ളത് മണ്ണൂത്തി ഗവേഷണ കേന്ദ്രത്തിലാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് സംഘം പുറപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ഈ യന്ത്രത്തിന്റെ ശേഷി അനുസരിച്ച് 25 അടി താഴ്ചയിൽ ചെളി നീക്കം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ യന്ത്രത്തിന്റെ സവിശേഷത. പക്ഷേ ഈ ഗംഗാവാലി പുഴയെ സംബന്ധിച്ച് അതിന്റെ അടിയൊഴുക്ക് തന്നെയാണ് ഈ പ്രശ്നമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഘവും, അതായത് കേരളത്തിൽ നിന്നുള്ള ഈ കൃഷി വകുപ്പിന്റെ സംഘമടക്കം ഇത്തരം ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് അവരും പൂർണ്ണമായും അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു. കാരണം ഈ ഗംഗാവാലി പുഴയിൽ എത്രത്തോളം അടിയൊഴുക്കുണ്ട് എന്നറിയാതെ യന്ത്രം അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ ഒരു പക്ഷേ അത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തിരിച്ചടിയാകും എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിനിധി അയച്ചുകൊണ്ട് ഒരു പരിശോധനയ്ക്ക് ഇപ്പോൾ ഈ കേരളത്തിലെ കൃഷി വകുപ്പും തയ്യാറായിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഈ കൃഷി വകുപ്പിന്റെ തന്നെ ഒരു ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ ഈ ഒരു ഓപ്പറേറ്ററും അങ്ങോട്ടേക്ക് തിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മണ്ണുത്തിയിൽ നിന്ന് ഈ സംഘം പുറപ്പെടും. അവർ അവിടെ എത്തി എത്രത്തോളം ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഈ വിദഗ്ധ സംഘത്തിന് തൃശ്ശൂരിൽ നിന്ന് ഷിരൂരിലേക്ക് പുറപ്പെടാൻ അനുമതി ലഭിച്ചു എന്നാണ് വാർത്ത. ഈ ഡ്രഡ്ജിങ് മെഷീനെ 25 അടി താഴ്ചയിലുള്ള ചെളി വരെ നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് അറിയുന്നത്. ഇതിലൊരു ഷിപ്പിങ്ങിലൊക്കെ വർക്ക് ചെയ്ത ഒരാളും കൂടി എന്നോട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഈ ഡ്രഡ്ജിങ് മെഷീന് ചില അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. എന്തായാലും അതുകൂടി പരിശോധിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം.